സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ഇപ്പോൾ ഒ അബ്ദുറഹ്മാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഒ അബ്ദുറഹ്മാൻ, സാനു മാഷ് നമുക്കറിയാം, മാഷ് എന്ന് നമുക്ക് എപ്പോഴും കൂട്ടി വായിക്കാൻ തോന്നുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അധ്യാപകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്ത്, അവരോട് അദ്ദേഹം കാര്യങ്ങൾ എത്ര കൃത്യമായാണ് പറഞ്ഞത് എന്നൊക്കെ അല്പം മുമ്പ് KN പറയുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് സാനു മാഷെ ഓർക്കുന്നത്? സാനു മാഷെ ഓർക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത ഒരു തരത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ പോലുള്ളവരുടെ വിയോഗം വലിയൊരു ശൂന്യത സൃഷ്ടിക്കുന്നു എന്ന് ആദ്യമേ പറയാതെ വയ്യ. തികഞ്ഞ സാങ്കുര്യത്വത്തിലേക്കും അതുപോലെ പക്ഷപാതിത്വത്തിലേക്കും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യങ്ങളിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി താൻ കണ്ട കാര്യങ്ങൾ വളരെ ആർജവത്തോടുകൂടി, എന്നാൽ ആരെയും നോയിപ്പിക്കാതെ വളരെ സത്യസന്ധമായി അവതരിപ്പിക്കാനും അതിലെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും അദ്ദേഹം നിരന്തരം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആരെയും ഭയമുണ്ടായിരുന്നില്ല. അതേ അവസരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും സമൂഹം നേരെ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് തോന്നിയത്. പലപ്പോഴും പല സാംസ്കാരിക പരിപാടികളിലും അദ്ദേഹത്തോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരുതരം അത്ഭുതത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്ത ശൂന്യത എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടെങ്കിലും ഇത് നികത്താനാവാത്ത തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം പുതിയ തലമുറയിൽ ആ രംഗത്ത് ആ രീതിയിൽ വരുന്ന ആളുകളെ കൂടുതൽ കാണാനില്ല എന്നതുകൊണ്ടാണ്. എന്തായിരുന്നാലും ശരി, സാനു മാഷ് സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം വെട്ടി തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും. അത് ആരുടെ മുതിർന്നു നോക്കാതെയും പറയും അദ്ദേഹം. അങ്ങനെയുള്ള ഒരു പരിസരത്ത് അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള വിവേചനത്തെ അദ്ദേഹം ശക്തമായി നിരാകരിച്ചു. എല്ലാവരോടും സൗഹൃദവും പുലർത്തുക, രാജ്യത്തിലെ പൗരന്മാരെല്ലാം തന്നെ മനുഷ്യരെന്ന നിലയിൽ ഒന്നാണ് എന്ന ഒരു ചിന്തയും ആ ചിന്ത ജനങ്ങളോട് പങ്കുവെക്കണമെന്ന താല്പര്യമുള്ള ആളായിരുന്നു സാനു മാഷ്. അദ്ദേഹത്തിന്റെ ഈ നിര്യാണത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. വളരെയധികം നന്ദി ശ്രീ ഒ അബ്ദുറഹ്മാൻ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്. ഇപ്പോൾ സ്പീക്കർ AN ഷംസീർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ഷംസീർ, നമുക്കറിയാം, ഈ വിദ്വേഷമൊക്കെ വല്ലാതെ പ്രചരിക്കുന്ന ഈ കാലത്ത് ഉറപ്പായും ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തിയാണ് MK സാനു മാഷ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം നമ്മളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്? സമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സജീവമായി ഉണ്ടാകേണ്ട സാന്നിധ്യമായിരുന്നു സാനു മാഷ്. അദ്ദേഹം വളരെ സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു അപകടം പരിക്കേൽക്കുകയും തുടർന്ന് അദ്ദേഹം ഗുരുതരമായ ഗുരുതരാവസ്ഥ മരിച്ചു എന്ന വാർത്ത അല്പസമയങ്ങൾ പുറത്തുവിട്ടത്. നിയമസഭാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ നിറസാന്നിധ്യമായിരുന്നു സാനു മാഷ്. പ്രായത്തിന്റെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തെ സമീപകാലം വരെ അലട്ടിയിരുന്നില്ല. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനോടെല്ലാം വളരെ കൃത്യമായി സ്വീകരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ ഒന്നാണ് സാനു മാഷിനുള്ളത്. അദ്ദേഹം കേരളത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ വാക്കുകളും കേരളവും ഇന്ത്യയും സജീവമായി ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, 1987 അദ്ദേഹം എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചതാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലക്ക് അക്കാര്യത്തിൽ പറയാനുണ്ടാവും ഒരുപാട്. നിയമസഭാ സാമാജികനായ അദ്ദേഹത്തെ കാണാൻ ഞാൻ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന ആളെന്ന നിലക്ക് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹം വളരെ സൗമ്യമായാണ് എന്നോട് പെരുമാറിയത്. പലപ്പോഴും എല്ലാവരോടും സൗമ്യമായി തന്നെയാണ് പെരുമാറാറുള്ളത്. അദ്ദേഹം അന്ന് ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ടു, ഞങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി. അദ്ദേഹം നിയമസഭാ സാമാജികനായും നിയമസഭക്കകത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമസഭക്കകത്തും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ നൽകി എന്നതാണ് നിയമസഭാ രേഖകളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. നിയമസഭാ സാമാജികൻ, സാംസ്കാരിക പ്രവർത്തകൻ, സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിറസാന്നിധ്യമായി കേരളത്തിൽ വിഷയങ്ങളുണ്ടാകുമ്പോഴും കേരളം കാതോർത്ത് വളരെയധികം നന്ദി ശ്രീ AN ഷംസീർ ഈ സമയത്ത് അദ്ദേഹത്തെ അനുസ്മരിച്ചതിന്.